والصلاة والسلام على رسول الله. القاعدة الثالثة മൂന്നാമത്തെ ഖായിദ أن النبي صلى الله عليه وسلم ظهر على أناس متفرقين في عباداتهم. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത് അലാ ഉനാസിൻ മുതഫർരിഖീൻ, വ്യത്യസ്തരായ ജനവിഭാഗങ്ങളിലേക്കാണ്. ഫി ഇബാദാത്തിഹിം, അവരുടെ ഇബാദത്തുകളിൽ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്തേക്ക് വരുമ്പോൾ മക്കത്ത് വ്യത്യസ്തമായ രീതിയിൽ ഇബാദത്തുകൾ ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു. എല്ലാവരും ഒരേപോലെ അല്ല. അദ്ദേഹം വിശദീകരിച്ചു, മിൻഹും, അവരിൽപ്പെട്ട ആൾക്കാരാണ് മൻ യഅ്ബുദുൽ മലായിക, മലക്കുകൾക്ക് ഇബാദത്ത് ചെയ്യുന്ന ആൾക്കാർ. വമിൻഹും, അവരിൽപ്പെട്ടവരാണ് മൻ യഅ്ബുദുൽ അംബിയാ വസ്സാലിഹീൻ, അംബിയാക്കന്മാരെയും സാലിഹീങ്ങളെയും ഇബാദത്ത് ചെയ്യുന്ന ആൾക്കാർ. വമിൻഹും, അവരിൽപ്പെട്ട ആൾക്കാരാണ് യഅ്ബുദുൽ അഷ്ജാറ വൽ അഹ്ജാർ, മരങ്ങളെയും കല്ലുകളെയും ഇബാദത്ത് ചെയ്യുന്ന ആൾക്കാർ. വമിൻഹും, അവരിൽപ്പെട്ടവരാണ് മൻ യഅ്ബുദു ശംസ വൽ ഖമറ, സൂര്യനെയും ചന്ദ്രനെയും ഇബാദത്ത് ചെയ്യുന്ന ആൾക്കാർ. വഖാതലഹും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് എല്ലാവരോടും യുദ്ധം പ്രഖ്യാപിച്ചു. വലം യുഫർരിഖ് ബൈനഹും, അവർക്കിടയിൽ ഒരു വേർതിരിവും കാണിച്ചിട്ടില്ല. ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല മൂന്നാമത്തെ ഖായിദയായിട്ട് ഇത് പറഞ്ഞത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്തേക്ക് വരുമ്പോൾ അവിടെ വ്യത്യസ്തമായ രീതിയിൽ ഇബാദത്തുകൾ ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു. ഏതുപോലെ? സൂര്യചന്ദ്രനോട് ഇബാദത്ത് ചെയ്യുന്ന ആൾക്കാരുണ്ട്, മരങ്ങൾ കല്ലുകളെ ഇബാദത്ത് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അമ്പിയാക്കന്മാരെ സാലിഹീങ്ങളായ ആൾക്കാരെ ഇബാദത്ത് ചെയ്യുന്ന ആൾക്കാരുണ്ട്, മലക്കുകൾക്ക് ഇബാദത്ത് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവർക്കിടയിലൊന്നും യാതൊരു വേർതിരിവും കൽപ്പിച്ചിട്ടില്ല. എല്ലാവരും ഒരേപോലെ. റസൂൽ എല്ലാവരെയും ഒരേപോലെയാണ് കണ്ടത്. ഷെയ്ഖുൽ ഇസ്ലാം ഇത് ഈ കാര്യം മൂന്നാമത്തെ ഖായിദയായിട്ട് പറയാൻ കാരണം, നമ്മുടെ നാട്ടിൽ മറ്റുള്ള ഇതര മതക്കാരുടെ അമ്പലങ്ങളിൽ പോയി പ്രാർത്ഥിക്കുന്ന ആൾക്കാർ, അവരുടെ ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആൾക്കാർ മുശ്രിക്കാണ്, കാഫിറാണ്. ക്രിസ്ത്യൻ പള്ളിയിൽ പോയിട്ട് അവിടെ ഇബാദത്ത് ചെയ്യുന്ന ആൾക്കാർ, ഈസാ നബിക്ക് ഇബാദത്ത് ചെയ്യുന്ന ആൾക്കാർ ആരാണ്? മുശ്രിക്കാണ്, കാഫിറാണ്. നമ്മുടെ നാട്ടിലെ ഷിയാക്കളെ പള്ളിയിൽ പോയിട്ട് അവിടെ ഉള്ളൊരു ജാറ, അവിടെ പോയി അതിന് മുമ്പിൽ സുജൂദ് ചെയ്യും, അവരോട് ഷഫാഅത്ത് തേടുകയും ഖുർബത്ത് തേടുകയും ചെയ്യുന്ന ആൾക്കാർ വലം യുഫർരിഖ് ബൈനഹും, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കിടയിൽ വേർതിരിവ് കാണിച്ചില്ല. അതറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഷെയ്ഖുൽ ഇസ്ലാം ഈ ബാബ് ഇവിടെ കൊണ്ടുവന്നത് മൂന്നാമത്തെ ഖായിദയായിട്ട്. അഥവാ അല്ലാഹു അല്ലാത്ത ആരോട് ദുആ ചെയ്താലും അവൻ്റെ ഹുക്ം എന്താണ്? മുശ്രിക്കാണ്, ഓൻ കാഫിറാണ്. അത് ആരോടാണോ ചോദിക്കുന്നത് അതിനനുസരിച്ച് എന്തില്ല, ഹുക്ം മാറൂല. അള്ളാഹുനോട് ചോദിക്കുന്നത് തൗഹീദ്, അള്ളാഹു അല്ലാത്ത ആൾക്കാരിലേക്ക് തിരിഞ്ഞത് ആരായാലും എന്താണ്? ശിർക്കാണ്. അത് റസൂലുള്ള ആണെങ്കിലും ശരി, ശിർക്കാണ്. അതറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ഈ ഖായിദ ഇവിടെ കൊണ്ടുവന്നത്. അപ്പോൾ മക്കത്തെ മുശ്രിക്കുകൾക്ക് വേർതിരിവ് വേണ്ട. അവിടെ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ കാലത്തുണ്ടായ ആ സാലിഹ്യങ്ങളും 5 രൂപങ്ങൾ സാലിഹ്യങ്ങളുടെ രൂപങ്ങളാണ്, ഖുർആൻ പറഞ്ഞ സാലിഹ്യങ്ങളാണ്. അപ്പോൾ അവരോട് ചോദിക്കുന്നവരുണ്ട്. അതേപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ രൂപം ഉണ്ടായിരുന്നു കാബയ്ക്ക്. കാബയിൽ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിൻ്റെ ചിത്രവും രൂപവും ഉണ്ടായിരുന്നു. അതിനൊക്കെയാണ് മക്കത്തെ മുശ്രിക്കുകൾ ഇബാദത്തുകൾ ചെയ്തത്. അപ്പോൾ അവരോട് ചോദിക്കുന്നവരും, സൂര്യനോടും ചന്ദ്രനോടും ചോദിക്കുന്ന ആൾക്കാരും, മലക്കുകൾ ചോദിക്കുന്ന ആൾക്കാർ, കല്ലിനോടും മരങ്ങളോടും ചോദിക്കുന്ന ആൾക്കാർ, ഇവരൊന്നും ഒന്നല്ല, എല്ലാം ഒന്നാണ്. അള്ളാഹു അല്ലാത്ത ആരോട് ചോദിച്ചാലും അത് ശിർക്കാണ് എന്നറിയിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ രീതിയിൽ ഖായിദ പറഞ്ഞത്. അവർക്കിടയിൽ എന്തില്ല? വേർതിരിവില്ല. അതിന് തെളിവായിട്ട് അദ്ദേഹം കൊടുത്ത ആയത്ത് വദ്ദലീലു ഖൗലുഹു തആല, അള്ളാഹുവിൻ്റെ വാക്ക്, വഖാതിലൂഹും, നിങ്ങൾ അവരോട് യുദ്ധം പ്രഖ്യാപിക്കുക,
ഹത്താ ലാ തകൂന ഫിത്നത്തുൻ. ആ ഫിത്ന കൊണ്ട് ഉദ്ദേശം ഷിർക്ക് സംഭവിക്കാത്ത രീതിയിൽ. വയകൂന ദീനു കുല്ലുഹു ലില്ലാഹ്, എല്ലാം അള്ളാഹുവിൻ്റെ ഏക മതമായിട്ട് അവശേഷിക്കാൻ, തൗഹീദ് അവശേഷിക്കാൻ. ഫഇൻ ഇൻതഹൗ ഫഇന്നല്ലാഹ ബിമാ യഅമലൂന ബസീർ. ഇനി അവർ അതൊക്കെ ഒഴിവാക്കിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാം കാണുന്നവനാകുന്നു. ഇതാണ് ആയത്ത്. അപ്പം ഈ ഖായിദയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? അള്ളാഹു അല്ലാത്ത ആരോട് ചോദിച്ചാലും അത് ശിർക്കാണ്. അവരെ നോക്കിയിട്ട് എന്തില്ല, വേർതിരിവ് കാണിക്കാൻ കഴിയില്ല. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരാൾ പേര് ജോസഫ്, അദ്ദേഹം എന്ത് ചെയ്തു? ഈസാ നബി അലൈഹിസ്സലാമിനെ വിളിച്ച് ദുആ ചെയ്തു, രോഗം മാറ്റണമെന്നോ, അല്ലെങ്കിൽ എൻ്റെ കാര്യം എന്നെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കണമെന്നോ, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ എനിക്ക് ഷഫാഅത്തായിട്ട് വരണമെന്നോ ദുആ ചെയ്താൽ ഓൻ്റെ ഹുക്മ് നമ്മൾ നിസ്സംശയം നമ്മൾ പറയും എന്താണ്? മുശ്രിക്കാണ്, കാഫിറാണ്. അതേപോലെ മറ്റൊരാളെന്ത് ചെയ്തു? മരത്തിൻ്റെ മുമ്പിൽ പോയി നിന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും രൂപങ്ങൾക്ക് മുമ്പ് പോയി നിന്നു. കല്ലുകൊണ്ടുണ്ടാക്കിയ രൂപം, ഇതൊക്കെ സിമെൻ്റ് കൊണ്ടുണ്ടാക്കിയ രൂപം. അപ്പം അതിനോട് പറഞ്ഞു, ദൈവത്തിൻ്റെ അടുക്കലേക്ക് എന്നെ ഒന്ന് എത്തിക്കണം, എൻ്റെ കാര്യങ്ങളൊന്ന് അവിടെ പറയണം. നിസ്സംശയം നമ്മൾ പറയും മുശ്രിക്കാണ്, കാഫിറാണ്. ഒരു നവ്വർ അല്ലാഹു മർഖദഹു എന്നങ്ങനെ പറഞ്ഞു വലിയ അറബി പേരുള്ളൊരു നീളത്തിലുള്ള രൂപത്തിൻ്റെ അടുത്ത് മുമ്പ് നിന്നു. ഒമ്പതാണ് എൻ്റെ കാര്യങ്ങൾ ഒന്ന് അള്ളാഹുവിനോട് പറയണം. അവിടെ മുശ്രിക്കാണ്, ഗാഫിറാണെന്ന് പറയാൻ ചില ആൾക്കാർക്ക് എന്തില്ല, ഉറപ്പില്ല. ആ ഉറപ്പിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്? ഈ ഖായിദ ഇവിടെ കൊണ്ടുവന്നത്. അതാ അള്ളാഹു അല്ലാത്ത ആരോട് ചോദിച്ചാലും അത് ശിർക്കാണ്. ആ ചോദിക്കപ്പെടുന്ന ആള് അത് എത്ര ഉന്നതമായ സ്ഥാനത്തുള്ള ആളാണെങ്കിലും ശരി, അത് ലോകത്തിന് ഇല്ലാത്ത ആൾക്കാരാണെങ്കിലും ശരി, സാങ്കല്പിക കഥാപാത്രമാണെങ്കിലും ശരി, അതൊക്കെ എന്താണ്? ശിർക്കാണ്. അതിലെന്തില്ല, ഒരു വേർതിരിവും ഇല്ല. അപ്പോൾ മക്കത്തെ മുശ്രിക്കീങ്ങൾക്കിടയിൽ ഈ പല രീതിയിലുള്ള ഇബാദത്തുകൾ ഉണ്ടായിരുന്നു. അതിന് ഓരോന്നോരോന്ന് അദ്ദേഹം തെളിവ് പറയണം. വദലീലു ശംസി വൽ ഖമർ, സൂര്യനെയും ചന്ദ്രനെയും ഇബാദത്ത് ചെയ്തതിനായിട്ടുള്ള തെളിവ് ഖൗലുഹു തആല, അള്ളാഹുവിൻ്റെ വാക്കാണ്. സൂറത്തു ഫുസ്സിലത്ത് 37-ാമത്തെ ആയത്ത്. വമിൻ ആയാതിഹിൽ ലൈലു വന്നഹാറു വശംസു വൽ ഖമർ, അള്ളാഹുവിൻ്റെ വലിയ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട കാര്യങ്ങളാണ് അല്ലൈലു വന്നഹാർ, രാത്രിയും പകലും. വശംസു വൽ ഖമർ, സൂര്യനും ചന്ദ്രനും, ഇതൊക്കെ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. ലാ തസ്ജുദൂ ലിശംസി വലാ ലിൽ ഖമരി, നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? സൂര്യൻ്റെയോ ചന്ദ്രൻ്റെയോ മുമ്പിൽ സുജൂദ് ചെയ്യാൻ പാടില്ല. വസ്ജുദൂ, നിങ്ങൾ സുജൂദ് ചെയ്യുക, ലില്ലാഹില്ലദീ ഖലഖഹുന്ന, അവകളൊക്കെ സൃഷ്ടിച്ച അള്ളാഹുവിൻ്റെ മുമ്പിൽ നിങ്ങൾ സുജൂദ് ചെയ്യുക. ഇൻ കുൻതും ഇയ്യാഹു തഅബുദൂൻ, നിങ്ങൾ അള്ളാഹുവിനെ മാത്രമാണ് ഇബാദത്തുകൾ ചെയ്യുന്നതെങ്കിൽ. അപ്പോൾ സൂര്യൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്താൽ എന്താണ്? മുശ്രിക്കാണ്. ഒരു ഹദീസ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അശ്ശംസു തത്ലുഉ വമഅഹാ ഖർനു ശൈത്താൻ, സൂര്യൻ ഉദിച്ചുയരുന്നത് ശൈത്താന്റെ 2 കൊമ്പുകൾക്കിടയിലൂടെയാണ്. ഫഇദ ഇർതഫഅത് ഫാറഖഹ, ആ സൂര്യൻ ഉദിച്ചുയർന്നാൽ ആ കൊമ്പിൽ നിന്നും അത് എന്ത് ചെയ്യും? വേർപ്പെടും. സുമ്മ ഇസ്തവത് ഖാറനഹ, പിന്നെ സൂര്യൻ ഉദിച്ച് ആകാശത്തിൻ്റെ മധ്യഭാഗത്തെത്തിയാൽ, അഥവാ ഒരു വസ്തുവിന് നിഴലില്ലാത്ത അവസ്ഥ എത്തിയാൽ, ഖാറനഹ, വീണ്ടും ആ ശൈത്താന്റെ കൊമ്പ് സൂര്യനോടൊപ്പം ചേരും. ഫഇദാ സാലത് ഫാറഖഹ, ആ മധ്യാഹ്നത്തു നിന്നും സൂര്യൻ ചെറുങ്ങനെ അസ്തമയ ഭാഗത്തേക്ക് നീങ്ങിയാൽ ആ കൊമ്പ് വേർപിരിയും. ഫഇദാ ദനത് ലിൽ ഗുറൂബി ഖാറനഹ, ഇനി ആ സൂര്യൻ അസ്തമിക്കാൻ അടുക്കുന്ന സമയത്തും ആ 2 കൊമ്പുകൾ അവിടെ ഉണ്ടാവും. ഫഇദാ ഗറബത് ഫാറഖഹ, ആ 2 കൊമ്പുകൾ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ ആ 2 കൊമ്പുകൾ വേർപിരിയും. ഇതാണ് ഹദീസ്. അപ്പോൾ 3 സമയത്താണ് സൂര്യൻ്റെ കൂടെ പിശാചിൻ്റെ, ശൈത്താൻ്റെ 2 കൊമ്പുകൾ ഉണ്ടാവുക. ഏതൊക്കെയാണ്? 1 സൂര്യൻ ഉദിക്കുന്ന സമയം, 2 നട്ടുച്ച സമയം, 3 അസ്തമയ സമയം. ഈ 3 സമയത്തുള്ള നിസ്കാരം എന്താണ്? ഹറാമാണ്. നിസ്കാരം നിരോധിക്കപ്പെട്ട സമയമാണ്.
എന്തുകൊണ്ടാ? പണ്ഡിതന്മാർ വിശദീകരിച്ചു, അത് ശൈത്താൻ്റെ കൊമ്പ് സൂര്യൻ്റെ ഭാഗത്തുണ്ടാവും. അപ്പോൾ അതിലേക്കുള്ള ഒരു തഅബ്ബുദ് വരണ്ട, ഒരു ആരാധന രൂപം വരണ്ട എന്നുള്ള രീതിയിലാണ് നിസ്കാരം നിരോധിക്കപ്പെട്ടത്. അത്രയും സൂക്ഷ്മതയാണ് ഇസ്ലാമിൽ. അപ്പോൾ ആ ഒരു ഹദീസ്, അപ്പം സൂര്യനെയും ചന്ദ്രനെയും ആരാധിക്കുന്ന ആൾക്കാർ അന്ന് മക്കത്ത് ഉണ്ടായിരുന്നു. അവരോടും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താക്കി? യുദ്ധം ചെയ്തു. അതും ശിർക്കാണെന്ന് റസൂൽ പ്രഖ്യാപിച്ചു. പിന്നെ വദലീലുൽ മലായിക, മലക്കുകൾക്ക് ഇബാദത്ത് ചെയ്തതായ തെളിവ് ഖൗലുഹു തആല, സൂറത്ത് ആലി ഇംറാന്റെ 80-ാമത്തെ ആയത്ത്, വലാ യഅ്മുറകും, അവൻ നിങ്ങളോട് കൽപ്പിക്കുന്നില്ല, അൻ തത്തഖിദുൽ മലായികത, മലക്കുകളെ നിങ്ങൾ സ്വീകരിക്കാൻ, വന്നബിയീന, നബിമാരെയും നിങ്ങൾ സ്വീകരിക്കാൻ, അർബാബൻ, റബ്ബുകളായിട്ട്. അപ്പം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട്, അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോട് മലക്കുകളെയോ പ്രവാചകന്മാരെയോ റബ്ബുകളായിട്ട് സ്വീകരിക്കാൻ കൽപ്പിക്കുന്നില്ല. അടുത്തത് വദലീലുൽ അംബിയ, ആ കാലഘട്ടത്തിൽ അംബിയാക്കന്മാരോട് ദുആ ചെയ്യുന്ന ആൾക്കാരുണ്ട്, ക്രിസ്ത്യാനികൾ. ഖൗലുഹു തആല, വഇദ് ഖാല അല്ലാഹു യാ ഈസ ഇബ്ന മർയം അഅൻത ഖുൽത ലിന്നാസി ഇത്തഖിദൂനി വഉമ്മിയ ഇലാഹൈനി മിൻ ദൂനില്ലാഹ്. എന്നാൽ ആഖിറത്തിൽ ഈസാ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു ചോദിക്കുന്ന ചോദ്യമാണ് വഇദ് ഖാല അല്ലാഹു, അല്ലാഹു പറയുന്ന സന്ദർഭം, യാ ഈസ ഇബ്ന മർയം, ഈസ, അഅൻത ഖുൽത ലിന്നാസ്, നീയാണോ ജനങ്ങളോട് കൽപ്പിച്ചത്, ഇത്തഖിദൂനി വഉമ്മിയ, എന്നെയും എൻ്റെ മാതാവിനെയും നിങ്ങൾ സ്വീകരിക്കുക, ഇലാഹൈനി മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമെ രണ്ട് ഇലാഹുകളായിട്ട് എന്നെയും എൻ്റെ മാതാവിനെയും സ്വീകരിക്കാൻ ഈസ നീയാണോ ജനങ്ങളോട് കൽപ്പിച്ചത് എന്ന് അല്ലാഹു ചോദിക്കുന്ന രംഗം. അപ്പോൾ ഈ ആയത്ത് എന്തിനാണ് തെളിവ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന സമയം ആരുണ്ടായിരുന്നു? ഈസാ നബി അലൈഹിസ്സലാമിനോട് വിളിച്ച് ദുആ ചെയ്യുന്ന ആൾക്കാർ ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോടും യുദ്ധം പ്രഖ്യാപിച്ചു. അവരെയും മുശ്രിക്കായിട്ടാണ് കണ്ടത്. വദലീലു സാലിഹീൻ, ഇനി സാലിഹീങ്ങളോട് ദുആ ചെയ്യുന്ന ആൾക്കാർ, അതിന് തെളിവ് എന്താണ്? സൂറത്തുൽ ഇസ്രായിലെ 57-ാമത്തെ ആയത്ത്, ഉലൈകല്ലദീന യദ്ഊന, അവർ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആൾക്കാർ. അപ്പം അവർ ആരോടാണോ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ? അവർ യബ്തഗൂന ഇലാ റബ്ബിഹിമുൽ വസീല, അവർ തന്നെ അള്ളാഹുവിലേക്ക് സാമീപ്യം കിട്ടാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് സാലിഹീങ്ങൾ. അയ്യുഹും അഖറബു, അവരിൽ ആരാണ് അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത ആൾക്കാർ? വയർജൂന റഹ്മതഹു, ഇവർ ആരോടാണോ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്, അഭയം തേടുന്നത്, അവർ തന്നെ അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ പ്രതീക്ഷിക്കുന്ന ആൾക്കാരാണ്. വയഖാഫൂന അദാബഹു, അള്ളാഹുവിൻ്റെ ശിക്ഷയെ, അദാബിനെ പേടിക്കുന്നവരുമാണ്. ഇന്ന അദാബ റബ്ബിക കാന മഹ്ദൂറ, അള്ളാഹുവിൻ്റെ ശിക്ഷ അതികഠിനായിരിക്കും. അപ്പം ഈ ആയത്തിൽ എന്താ പറയുന്നത്? സാലിഹീങ്ങളോട് അഭയം തേടുന്ന ആൾക്കാർ, അവർക്ക് ഇബാദത്ത് ചെയ്യുന്ന ആൾക്കാർ, ആ സാലിഹീങ്ങൾ തന്നെ എന്താണ്? അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ പ്രതീക്ഷിക്കുകയും അള്ളാഹുവിൻ്റെ ശിക്ഷയെ ഭയപ്പെടുകയും ചെയ്യാൻ, അവരെന്ന് അള്ളാഹുവിലേക്ക് അടുക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഈ ആൾക്കാർ അവരൊക്കെ പുറകെ പോകുന്നത്. അപ്പം അതും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താക്കിയിട്ടുണ്ട്? ശിർക്കായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആർക്കിടയിൽ എന്തില്ല? ഒരു വേർതിരിവും കാണിച്ചിട്ടില്ല. വദലീലുൽ അഷ്ജാരി വൽ അഹ്ജാർ, ഇനി കല്ലിൻ്റെയും മരങ്ങൾക്കും കല്ലുകൾക്കും ഇബാദത്ത് ചെയ്യുന്നതിൻ്റെ തെളിവ് ഖൗലുഹു തആല അഫറഅയ്തുമുൽ ലാത വൽ ഉസ്സ വമനാത അത്സാലിസതൽ ഉഖറ, സൂറത്തുൻ നജ്മിലെ ആയത്താണ്. ആയത്തിൽ ലാത്ത, ഉസ്സ നമുക്കറിയുന്നതാണ്, മക്കത്തെ മുശ്രിക്കുകൾക്ക് ഒരു പ്രധാന ആരാധനാ വസ്തുക്കളാണ്. ഉസ്സ എന്ന് പറഞ്ഞാൽ മക്കയുടെയും തായിഫിൻ്റെയും ഇടയിൽ വാദി നഖ്ല എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. മക്കൻ്റെയും തായിഫിൻ്റെയും ഇടയിൽ വാദി നഖ്ല. ആ വാദി നഖ്ലയിലുള്ള ഒരു മരത്തിൻ്റെ പേരാണ് ഉസ്സ. ആ മരത്തിൻ്റെ താഴെ ആൾക്കാരിങ്ങനെ വരും. ആ മരത്തിൻ്റെ പിറകിൽ എന്ത് ചെയ്യും? പിശാച് ഒളിച്ചിരിക്കും. ആ മരത്തിൻ്റെ പിറകിൽ
പിശാച് ശൈത്താൻ ഒളിച്ചിരിക്കും. അപ്പം ജനങ്ങൾ എന്ത് ചെയ്യും? അവിടെ ഇങ്ങനെ ചെറിയ ഇതൊക്കെ ഉണ്ട്, ഇരിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പം പിശാച് അതിൻ്റെ പിറകിൽ ഒളിച്ചിരിക്കും. അവിടത്തേക്ക് വരുന്ന ആൾക്കാരോട് ഈ മരത്തിൻ്റെ പിറകിൽ നിന്ന് പിശാച് സംസാരിക്കും. അപ്പോൾ വരുന്ന ജാഹിലിങ്ങൾ വിചാരിക്കുന്നത് ഈ മരമാണ് അവരോട് സംസാരിക്കുന്നത്. അഥവാ പിശാച് എങ്ങനെയാണോ വഴിതെറ്റിക്കാൻ നോക്കുക ആ രീതിയൊക്കെ സ്വീകരിക്കും. അതാണ് ഉസ്സ, ഒരു മരാണ്. അതുപോലെ തന്നെ മനാത്ത അതൊരു വലിയ പാറയാണ്. സഖ്റത്തുൻ കബീറ, വലിയ പാറക്കല്ലാണ്. അഥവാ ഖുദൈദ് പർവ്വതത്തിലുള്ള ഖുദൈദ്, ആ പർവ്വതത്തിൻ്റെ അടുത്തുള്ള ഒരു വലിയ പാറയാണത്. മക്കൻ്റെയും മദീനയുടെയും ഇടയിലുള്ളൊരു സ്ഥലം. ആ പാറയാണ് അവർ ആരാധിച്ചിരുന്നത്, വലിയ പാറക്കല്ല്. അവരെന്ത് ചെയ്യും? അത് ഖുസാ, ഔസ്, ഖസ്റജ് ഈ ഗോത്രങ്ങളൊക്കെ അവരുടെ ആരാധന വസ്തുവാണിത് മനാത്ത, അവർ ഈ പാറക്കല്ല്. അവർ മക്കയിലേക്ക് വരുമ്പോൾ, മദീനയിൽ നിന്ന് മക്കയിലേക്ക് വരുമ്പോൾ ആ പാറൻ്റെ അടുത്താണ് എന്ത് ചെയ്യുക? ഇഹ്റാമിലേക്ക് പ്രവേശിക്കുക. കാരണം അവർ ഇബ്രാഹിമിയ മില്ലത്തിൽ എന്ത് ചെയ്യുന്നു? ഹജ്ജ് ചെയ്ത ആൾക്കാരായിരുന്നു. അപ്പോൾ അവർ ഇഹ്റാം പ്രവേശിക്കുക എവിടെ നിന്നാണ്? ഈ മനാത്തിൻ്റെ അടുക്കൽ നിന്നാണ്. അപ്പോൾ ഇത് കല്ലാണ്. അതുപോലെ തന്നെ ലാത്ത് എന്താണ്? ഒരു സാലിഹായ വ്യക്തിയുടെ പേരാണ്. അദ്ദേഹം ഹാജിമാർക്ക് വേണ്ടിയിട്ട് ഭക്ഷണം പാചകം ചെയ്യുകയും അതിന് ഹജ്ജ് വരുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യും? അത് വിതരണം ചെയ്യുകയും ചെയ്ത ആളാണ് ലാത്ത. അങ്ങനെ അദ്ദേഹം മരണപ്പെട്ടപ്പോൾ അദ്ദേഹം സാധാരണ ഇരുന്ന് ഇബാദത്ത് ചെയ്യുന്നൊരു സ്ഥലം, ആ സ്ഥലത്തിന് എന്താക്കി? ഇവർ ആരാധിക്കാൻ തുടങ്ങി. അതാണ് ലാത്ത, മനാത്ത, ഉസ്സ, ഈ 3 സ്ഥാനങ്ങൾ. ഈ 3 കാര്യങ്ങളാണ് അറബികളിൽ ഏറ്റവും വലിയ വിഗ്രഹങ്ങളായിട്ടുണ്ടായിരുന്നത്, പുറത്തുള്ളത്. മറ്റുള്ളവർക്ക് കാബേൻ്റെ അടുത്തുണ്ടായിരുന്നത് ചെറിയ ചെറിയ വിഗ്രഹങ്ങൾ. ഇതാണ്. അപ്പം ഈ കല്ലുകളെയും മരങ്ങളെയും ആരാധിക്കുന്നവരും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വരുമ്പോൾ അവിടെ ഉണ്ടായിരുന്നു. അവരെയും അല്ലാഹു റസൂൽ എന്താക്കി? മുശ്രിക് എന്ന് പ്രഖ്യാപിച്ചു. അപ്പം ഈ ഓരോ ആൾക്കാർ ഇവരെല്ലാം എന്താക്കി? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുശ്രിക്കാണെന്ന് പ്രഖ്യാപിച്ചു. അവർക്കിടയിൽ ഒരു വേർതിരിവും കാണിച്ചില്ല. അടുത്തൊരു ഹദീസ്, وحديث أبي واقد الليثي رضي الله عنه قال, സഹാബി പറയാം, خرجنا مع النبي صلى الله عليه وسلم إلى حنين. നമ്മൾ ഹുനൈൻ യുദ്ധത്തിന് വേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ പുറപ്പെട്ടു. വനഹ്നു ഹുദസാഉ അഹ്ദിൻ ബികുഫ്രിൻ. നമ്മൾ പുതുതായി ഇസ്ലാമിലേക്ക് വന്ന സഹാബാക്കളായിരുന്നു ആ സമയത്ത്. കുറേ പുതിയ മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നു. സഹാബി പറയാണ്, വലിൽ മുശ്രിക്കീന സിദ്റത്തുൻ. ആ കാലഘട്ടത്തിൽ മുശ്രിക്കീങ്ങൾക്ക് ഒരു മരമുണ്ടായിരുന്നു. സിദ്റത്തുൻ, ഒരു മരമുണ്ടായിരുന്നു. യഅകുഫൂന ഇൻദഹ. അവർ അതിൻ്റെ അടുക്കൽ ഭജനമിരിക്കും. ആ മരത്തിൻ്റെ ചുറ്റും അവർ എന്ത് ചെയ്യും? കൂടിയിരിക്കും. വയനൂതൂന ബിഹാ അസ്ലിഹതഹും. അവരുടെ ആയുധങ്ങൾ അവർ ആ മരത്തിൽ തൂക്കിയിടും. യുഖാലു ലഹ ദാതു അൻവാത്ത്. ആ മരത്തിൻ്റെ പേരാണ് ദാതു അൻവാത്ത്. അവരെന്ത് ചെയ്യും? ആ മരത്തിൻ്റെ അടുക്കൽ ചുറ്റും കൂടിയിരിക്കും. ആ മരത്തിൽ എന്ത് ചെയ്യും? അവരുടെ ആയുധങ്ങൾ തൂക്കിയിടും. അവർക്ക് പ്രത്യേക ഒരു ബർക്കത്ത് പ്രതീക്ഷിച്ചു യുദ്ധത്തിനൊക്കെ പോകുന്നതിന് മുമ്പ് എന്ത് ചെയ്യും? ആ മരത്തിൻ്റെ അടുക്കിലേക്ക് വരികയും ഈ ആയുധങ്ങൾ, വാളുകളൊക്കെ അവിടെ തൂക്കിയിടുകയും ചെയ്യും. അത് അവരെ സഹായിക്കും, യുദ്ധത്തിൽ അവർക്ക് വിജയം നേടിക്കൊടുക്കും എന്നുള്ള വിശ്വാസത്തിൽ. സഹാബി പറയാം, ഫമറർനാ ബിസിദ്റ. അങ്ങനെ നമ്മൾ ഈ ഹുനൈനിലേക്കുള്ള യാത്രയിൽ ഒരു മരത്തിൻ്റെ അടുക്കിലൂടെ നമ്മളിങ്ങനെ യാത്ര ചെയ്തു. ഫഖുൽന, അപ്പോൾ നമ്മൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ, ഇജ്അൽ ലനാ ദാത അൻവാത്തിൻ കമാ ലഹും ദാതു അൻവാത്ത്. മുശ്രിക്കീങ്ങൾക്ക് ദാതു അൻവാത്ത് എന്ന മരമുള്ളതുപോലെ നമുക്ക് ഒരു മരത്തിനെ താങ്കൾ നിശ്ചയിച്ചു തരണം. എന്തിന്? അതേപോലെ ബർക്കത്തെടുക്കാൻ വേണ്ടിയിട്ടും നമുക്ക് ചുറ്റും കൂടിയിരിക്കാൻ വേണ്ടിയിട്ടും മുശ്രിക്കീങ്ങൾക്കുള്ളതുപോലെ ഒരു ദാതു അൻവാത്തിനെ നമുക്കും അല്ലാഹുവിൻ്റെ റസൂലെ താങ്കൾ നിശ്ചയിച്ചു തരണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പെട്ടെന്ന് ദേഷ്യം പിടിച്ചു. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ മുഖം ചുവന്ന് തുടുത്തു ദേഷ്യം പിടിച്ചു. എന്നിട്ട് ചോദിച്ചു, മൂസാ നബി അലൈഹിസ്സലാമിനോട് ബനൂ ഇസ്രായേൽ ചോദിച്ചതുപോലെയാണോ നിങ്ങൾ എന്നോട് ചോദിക്കുന്നത്? ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ. ബനൂ ഇസ്രായേൽ കടൽ കടന്ന് രക്ഷപ്പെട്ടല്ലോ, ഫിറഔൻ അല്ലാഹു മുക്കിക്കൊന്ന്. അങ്ങനെ ഷാമിലേക്ക് എത്തി.
ആ യാത്രയിൽ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ അവർ കാണുമ്പോൾ എന്ത് ചെയ്തു? അവർ ഒരു വിഗ്രഹത്തിൻ്റെ അടുക്കൽ കുറേ ആൾക്കാർ ചുറ്റും കൂടിയിരിക്കുന്നത് കണ്ടു. അപ്പം മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ ഖൗമ് മൂസാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ. മൂസ, അവർക്ക് ഇങ്ങനെ ഇലാഹുകൾ ഉള്ളതുപോലെ നമുക്കും കുറെ ഇലാഹുകൾ നിശ്ചയിച്ചതാ. മൂസാ നബി അലൈഹിസ്സലാം ഖൗമുൻ തജ്ഹലു, നിങ്ങൾ ജാഹിലീങ്ങളാണെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? അവരെ തള്ളി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അന്ന് മൂസാ നബി അലൈഹിസ്സലാമിനോട് അവർ ആവശ്യപ്പെട്ടതുപോലെ നിങ്ങൾ ഇന്ന് എന്നോട് ആവശ്യപ്പെടുകയാണ്. അള്ളാഹുവിന് വേണ്ടി ഒരു പകരക്കാരൻ നിങ്ങൾ ചോദിക്കുകയാണോ? വല്ലാതെ ദേഷ്യപ്പെട്ടു. അപ്പം ആ ഒരു മരത്തിന് ബുദ്ധ ശ്രദ്ധിക്കണം, ഒരു മരത്തിനോട് ചോദിച്ചല്ലോ. അവർ നമ്മളെ സൃഷ്ടിക്കുന്ന ഒരു റബ്ബ് നമുക്ക് താന്നല്ല ചോദിച്ചത്, നമ്മളെ രോഗം മാറ്റുന്ന ഒരു റബ്ബ് നമുക്ക് താന്നല്ല ചോദിച്ചത്. മറിച്ച് എന്താ പറഞ്ഞത്? നമുക്കൊരു മരം വേണം, അവിടെ പോയി ഇരിക്കണം, നമ്മുടെ ആയുധങ്ങളൊക്കെ അവിടെ തൂക്കിയിടണം, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ആ മരത്തിന് എന്തെങ്കിലും മൻഫഅത്ത് നമ്മൾ പ്രതീക്ഷിക്കണം. ആ രീതിയിലാണ് ചോദിച്ചത്. അപ്പോഴാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിച്ചത്, നിങ്ങൾ അള്ളാഹുവിന് പകരക്കാരെ നിശ്ചയിക്കുകയാണോ? നിദ്ദൻ, പകരക്കാരൻ. അപ്പം ഇവർ ആരും എന്തില്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവർക്കിടയിൽ ഒരു വേർതിരിവും കാണിച്ചിട്ടില്ല. അതാണ് മൂന്നാമത്തെ ഖായിദ. അഥവാ അള്ളാഹു അല്ലാത്ത മറ്റൊരാരിലേക്ക് തിരിഞ്ഞാലും, അതെന്താ, ജീവനില്ലാത്തതാണെങ്കിലും ജീവനുള്ളതാണെങ്കിലും ജീവിച്ചിരിപ്പുള്ള ആളാണെങ്കിലും മരിച്ച ആളാണെങ്കിലും ഇനി അങ്ങനെയൊന്നും ഇല്ലാത്തൊരു കഥാപാത്രമാണെങ്കിലും സാങ്കല്പിക കഥാപാത്രമാണെങ്കിലും അവരൊക്കെ എന്താണ്? മുശ്രിക്കാണ് എന്നറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഷെയ്ഖുൽ ഇസ്ലാം ഈ മൂന്നാമത്തെ ഖായിദ ഇവിടെ കൊണ്ടുവരുന്നത്. മനസ്സിലായില്ലേ? ഇനി നാലാമത്തെ അൽ ഖായിദത്തുർ റാബിഅ, നാലാമത്തെ ഖായിദ. ഇപ്പം 3 കാര്യങ്ങൾ പറഞ്ഞു, പക്ഷെ നമുക്ക് ലാസ്റ്റ് ഒന്ന് വിശദീകരിക്കാം ഒന്നും കൂടിയിട്ട്. അന്ന മുശ്രിക്കി സമാനിന, അദ്ദേഹം പറയാണ്, നമ്മുടെ ഈ കാലഘട്ടത്തിലുള്ള മുശ്രിക്കീങ്ങൾ അഗ്ലദു ശിർകം മിനൽ അവ്വലീൻ, ആദ്യത്തെ ആൾക്കാരിനേക്കാൾ കട്ടിയുള്ള ഷിർക്കുള്ള ആൾക്കാരാണ്. അഗ്ലദ്, കട്ടിയുള്ള ഷിർക്ക്. അപ്പം മുൻഗാമികളെക്കാൾ കട്ടിയുള്ള കടുപ്പത്തിലുള്ള ഷിർക്കാണ് നമ്മുടെ ഈ കാലഘട്ടത്തിലുള്ള മുശ്രിക്കീങ്ങളുടെ അവസ്ഥ. എന്താണ് കാരണം? ലിഅന്നൽ അവ്വലീന, കാരണം മുൻഗാമികൾ യുശ്രികൂന ഫിർ റഖാഇ, അവർ ഷിർക്ക് ചെയ്തത് ഫിർ റഖാഇ, നല്ല കാലഘട്ടത്തിലാണ്, പ്രയാസങ്ങളും ബുദ്ധിമുട്ടൊന്നുമില്ലാത്ത സൗഖ്യകരമായ കാലഘട്ടത്തിലാണ്, സമയത്താണ് അവർ ഷിർക്ക് ചെയ്തത്. വയുഖ്ലിസൂന, പക്ഷെ അവർ എന്ത് ചെയ്യും? ഇഖ്ലാസോടുകൂടി അള്ളാഹനെ മാത്രം വിളിക്കുന്ന സമയമുണ്ട്. ഫി ഷിദ്ദ, പ്രയാസഘട്ടത്തിൽ. അപ്പോൾ അവർക്ക് എന്തെങ്കിലും പ്രയാസം വന്നാൽ ഒരിടത്തേക്ക് വരും, അള്ളാഹുവിൻ്റെ അടുത്തേക്ക് മാത്രം വരും. മക്കത്തെ മുസ്ലിമിനെ സംബന്ധിച്ച് എന്താ പറഞ്ഞ വാക്കാണത്. അവർക്ക് ആ പ്രയാസങ്ങളൊക്കെ നീക്കി സുഖത്തിലാണെങ്കിലോ മറ്റുള്ള കുറേ ഇലാഹുകൾക്ക് അവർ പോകും. പക്ഷെ ഒമുശ്രിക്കു സമാനിന, പക്ഷെ നമ്മുടെ നാട്ടിലെ മുശ്രിക്കുകളോ ഷിർക്കുഹും ദായിമുൻ, അവരുടെ ഷിർക്ക് എല്ലാ അവസ്ഥയിലും ഷിർക്കാണ്. ഫിർ റഖാഇ വശിദ്ദ, സൗഖ്യത്തിൻ്റെ സമയത്തും പ്രയാസത്തിൻ്റെ സമയത്തും അവർ എപ്പോഴും ഷിർക്കിലാണ്. വദ്ദലീലു ഖൗലുഹു തആല, ഈ പറഞ്ഞ വാക്കിൻ്റെ ദലീൽ എന്താണ്? തെളിവ് എന്താണ്? അല്ലാഹു സൂറത്തുൽ അൻകബൂത്തിൽ പറഞ്ഞ 65-ാമത്തെ ആയത്തിൽ പറഞ്ഞ ഒരു ആയത്താണ്. ഫഇദാ റകിബൂ ഫിൽ ഫുൽകി, അവർ കപ്പലിൽ യാത്ര ചെയ്താൽ ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, അവർ എന്തെയും ഇഖ്ലാസോടുകൂടി തൗഹീദോടുകൂടി അവർ അള്ളാഹുവിനോട് ദുആ ചെയ്യും. കപ്പലിൽ യാത്ര ചെയ്യാണ്, കപ്പൽ അപകടത്തിൽപ്പെടാണ്, ആ സമയത്ത് ഇഖ്ലാസോട് അവർ അള്ളാഹുവിനോട് ദുആ ചെയ്യും. ഫലമ്മാ നജ്ജാഹും, അങ്ങനെ ആ ദുആന്റെ അടിസ്ഥാനത്തിൽ നാം അവരെ രക്ഷപ്പെടുത്തിയാൽ, ഇലൽ ബർരി, അങ്ങനെ രക്ഷപ്പെടുത്തി കരയിലേക്ക് എത്തിച്ചാൽ, ഇദാഹും യുശ്രികൂൻ, അവർ വീണ്ടും ഷിർക്ക് ചെയ്യും, അള്ളാഹു അല്ലാത്തവരിലേക്ക് പോകും. ആരെ സംബന്ധിച്ചുള്ള പറഞ്ഞ വാക്കാണ്? മക്കത്തെ മുശ്രിക്കിനെ സംബന്ധിച്ച് പറഞ്ഞ വാക്കാണ്. അഥവാ ആ പ്രയാസഘട്ടത്തിൽ ആരും രക്ഷപ്പെടുത്താനില്ല എന്നുള്ള ആ ഘട്ടത്തിൽ അവരെന്ത് ചെയ്യും? അള്ളാഹുവിനോട് ദുആ ചെയ്യും നിഷ്കളങ്കമായിട്ട്. മുഖ്ലിസീന ലഹുദ്ദീൻ, അള്ളാഹ് പറഞ്ഞ വാക്കാണ്, നിഷ്കളങ്കമായിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യും. പക്ഷെ നമ്മുടെ നാട്ടിലെ മുശ്രിക്കീങ്ങളോ, അവർ ആ ശിദ്ദത്തിൻ്റെ സമയത്തും ബദരീങ്ങളെന്ന് വിളിക്കും, സുഖത്തിൽ നടക്കുന്ന സമയത്തും ബദരീങ്ങളെന്ന് വിളിക്കും. അതാണ്, അതിനേക്കാൾ കടുപ്പത്തിലാണ് നമ്മുടെ നാട്ടിലെ ഷിർക്ക് എന്നാണ് അദ്ദേഹം 4-ാമത്തെ ഖായിദയിൽ പറയുന്നത്. തമ്മത് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അള്ളാഹുവിൻ്റെ തൗഫീഖോടുകൂടി
4 ഖായിദകൾ പൂർത്തിയായി. അപ്പോൾ 4 ഖായിദകളാണ് ഈ കിതാബിൽ, ഈ ചെറിയ ഗ്രന്ഥത്തിൽ ഷെയ്ഖുൽ ഇസ്ലാം നമുക്ക് മുമ്പിൽ വെക്കുന്നത്. ഈ 4 കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ ഷിർക്ക് എന്താണെന്ന് ബോധ്യപ്പെടും. അതെങ്ങനെയാണ് ഈ ഉമ്മത്തിലേക്ക് പടർന്ന് പന്തലിക്കുന്നതെന്നും നമുക്ക് ബോധ്യപ്പെടും. 1, മക്കത്തെ മുശ്രിക്കീങ്ങൾ അള്ളാഹുവിനെ ബോധ്യപ്പെട്ടവരായിരുന്നു. നമ്മളെ സൃഷ്ടിക്കുകയും മരിപ്പിക്കുകയും ജീവിപ്പിക്കുകയും നമുക്ക് റിസ്ക് നൽകുകയും നമ്മളെ നിയന്ത്രിക്കുകയും ഉടമപ്പെടുത്തുകയും ചെയ്യുന്നത് അള്ളാഹു മാത്രമാണെന്നവർ അംഗീകരിച്ചിരുന്നു. അവർ അംഗീകാരം എന്തില്ല, അവരെ മുസ്ലിമാക്കിയിട്ടില്ല. 2, അങ്ങനെ അള്ളാഹുവിനെ അംഗീകരിച്ച ആൾക്കാർ, ഇതാണ് നമ്മൾ ഖായിദ പറയുന്നത് മക്കത്തെ മുശ്രിക്കിൻ്റെ വിശ്വാസത്തെ സംബന്ധിച്ചാണ്. ആ വിശ്വാസത്തെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇന്ന് നമ്മുടെ നാട്ടിലേക്ക് കണക്ട് ചെയ്യണം. പറയുമ്പോൾ 1, അള്ളാഹുവിനെ പൂർണ്ണ രീതിയിൽ അംഗീകരിച്ചതാണ്, അള്ളാഹുവാണ് ഭൂമി നിയന്ത്രിക്കുന്നത്. പക്ഷെ ഇന്ന് നമ്മുടെ നാട്ടിൽ കുറച്ചുകൂടി കടന്നു. എന്തായി? മുദബ്ബിറുൽ ആലം വേറെ ആരൊക്കെയോ ആയി. മുദബ്ബിറുൽ ആലം മുശ്രിക്കിൻ്റെ വിശ്വാസത്തിൽ, മക്കത്തെ മുശ്രിക്കിൻ്റെ വിശ്വാസത്തിൽ മുദബ്ബിറുൽ ആലം ആരാ? അള്ളാഹു മാത്രമാണ്. കാരണം ഖുർആൻ തെളിവാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് വേറെ കുറേ പേരുകൾ കേൾക്കാൻ തുടങ്ങി മുദബ്ബിറുൽ ആലം ആരാണ്. അതൊക്കെ അഗ്ലദു ശിർക്ക്, അവരെക്കാൾ കട്ടി കൂടിയ ശിർക്കാണ് നമ്മുടെ നാട്ടിൽ. അപ്പോൾ അവർ അള്ളാഹുവിനെ അംഗീകരിച്ചവരാണ്. നമ്മുടെ നാട്ടിലും ചില ആൾക്കാരുന്നുണ്ട് അള്ളാഹുവിനെ അങ്ങനെ അംഗീകരിക്കുന്നുണ്ട്, അല്ലേ? ജീവിപ്പിക്കുന്ന അള്ളാഹുവാണ്, മരിപ്പിക്കുന്ന അള്ളാഹുവാണ്, രോഗം ശിഫാക്കുന്ന അള്ളാഹുവാണ്, റിസ്ക് നൽകുന്ന അള്ളാഹുവാണ്. 2, മക്കത്തെ മുശ്രിക്കീങ്ങൾ അള്ളാഹു അല്ലാത്തവരിലേക്ക് അവർ തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ, സാലിഹീങ്ങളുടെ ഖബറുകളിലേക്ക്, സാലിഹീങ്ങളുടെ രൂപങ്ങളിലേക്ക് അവർ തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിനാണ്? 2 കാര്യങ്ങൾക്കാണ്. 1, ആ സാലിഹീങ്ങളിലൂടെ അള്ളാഹുവിനെ പ്രാപിക്കുക, അള്ളാഹുവിലേക്ക് എത്തുക. 2, ആ സാലിഹീങ്ങളിലേക്ക് അടുക്കലേക്ക് പോയി അവരോട് അള്ളാഹുവിൻ്റെ അടുക്കൽ ശഫാഅത്തിന് വേണ്ടി ആവശ്യപ്പെടുക. ഈ 2 കാര്യങ്ങൾ. നമ്മുടെ നാട്ടിലോ അള്ളാഹുവിന് വിശ്വാസമുണ്ട്, ഖബറിലേക്ക് പോകും, ജാറത്തിനടുക്കലേക്ക് പോകും. എന്താ ജാറത്തിലേക്ക് പോകും? നിങ്ങൾക്ക് അള്ളാഹു മതിയില്ലേ? ഇപ്പം എന്താ പറയുക? എനിക്ക് അള്ളാഹു മതി, എനിക്ക് അള്ളാഹു മതി. ആ അള്ളാഹുവിനെ പോലെ ഒരിക്കലും ആ ഖബറാളിയെ ഞാൻ അള്ളാഹുവിനെ പോലെ വിശ്വസിക്കുന്നില്ല. എന്നെ ജീവിപ്പിച്ചത് ഈ ഖബറാളിയല്ല, എന്നെ മരിപ്പിക്കുന്നത് ഈ ഖബറാളിയല്ല, എൻ്റെ രോഗം ശിഫാക്കുന്നത് ഈ ഖബറാളിയല്ല, എനിക്ക് റിസ്ക് നൽകുന്നത് ഈ ഖബറാളിയല്ല. അങ്ങനത്തെ ഒരു വിശ്വാസം എനിക്കില്ല. മറിച്ച് ഞാൻ എന്താണ്? അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ടാണ് അവരെ സമീപിക്കുന്നത്. അവരെ വലിയ വലിയ മഹത്തുക്കളാണ്. അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ സമീപിക്കുന്നത്. അല്ലെങ്കിൽ അവർ നാളെ ആഖിറത്തിൽ എനിക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ ശുപാർശകളായിട്ട് വരുമെന്ന പ്രതീക്ഷയിലാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നത്. ഇതാരെപ്പറ്റി പറയുന്നത്? മക്കത്തെ മുശ്രിക്കിനെ പറ്റിയല്ല, നമ്മുടെ നാട്ടിലെ ആൾക്കാരെ പറ്റിയിട്ട്. മനസ്സിലാവുന്നുണ്ടല്ലോ? 3, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്തേക്ക് വരുന്ന സമയം വ്യത്യസ്തമായ രീതിയിൽ ഇബാദത്ത് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു, അല്ലേ? സ്വാലിഹീങ്ങളുടെ ജാറത്തിനടുക്കൽ പോയി ദുആ ചെയ്യുന്ന ആൾക്കാരുണ്ട്. കാബേനടുക്കൽ വന്നിട്ട് ലാത്ത മനാത്ത് ഉസ്സന്റെ മുമ്പിൽ പോയിട്ട് ദുആ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ലാത്ത മനാത്ത് അൻവാത്ത് മരത്തിന് മുമ്പിൽ പോയി ദുആ ചെയ്യുന്ന ആൾക്കാരുണ്ട്. നക്ഷത്രങ്ങളോട്, സൂര്യനോട് പോയി ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അവരിൽ നിന്ന് എന്തെങ്കിലും മൻഫഅത്തും മളറത്തും, അഥവാ നന്മയും തിന്മയും അവരിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരും എന്താക്കി? മുശ്രിക്കാക്കി. അപ്പോൾ നമ്മുടെ നാട്ടിലും അള്ളാഹു അല്ലാത്ത ഒരാളിൽ നിന്ന് ആരെങ്കിലും എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ, അള്ളാഹു അല്ലാത്തൊരാളുടെ മുമ്പിൽ ഒരാൾ സുജൂദ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇബാദത്തുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെല്ലാം തുല്യ മുശ്രിക്കുകളാണ്. എന്തില്ല? ഒരു ഇളവുമില്ല. മുസ്ലിം പേരായത് കൊണ്ടോ, ചേരാക്രമം നടത്തിയത് കൊണ്ടോ, മുസ്ലിം കുടുംബത്തിൽ ജനിച്ചത് കൊണ്ടോ എന്തില്ല? ഒരു പരിഗണനയില്ല. അങ്ങനെയായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് മക്കത്ത് എല്ലാ വിഭാഗം ആൾക്കാരെയും മുശ്രിക്കെന്ന് പ്രഖ്യാപിച്ച് അവരോട് യുദ്ധം ചെയ്തത്. അതേപോലെ എല്ലാവരും മുശ്രിക്കുകളാണ്. അതിനെന്തില്ല? ഒരു വേർതിരിവില്ല. അതാണ് 3ാമത്തെ ഖായിദ. 4, മക്കത്തെ മുശ്രിക്കുകൾ അവർ പ്രതിസന്ധി ഘട്ടത്തിൽ, പ്രയാസം കൂടി ആരും ബുദ്ധിമുട്ടുന്ന സമയം അവർ നിഷ്കളങ്കമായി അള്ളാഹുവിനെ വിളിച്ചിരുന്നു. അത് അള്ളാഹു എന്നെ പ്രഖ്യാപിച്ചതാണ്, അതിലൊരു സംശയമില്ല. അവർ നിഷ്കളങ്കമായി എന്ത് ചെയ്യുമായിരുന്നു? അള്ളാഹുവിനെ വിളിച്ചിരുന്നു. അവരെക്കാൾ കടുപ്പുള്ളവരാണെന്ത്? ഈ കാലഘട്ടത്തിൽ എന്താണ്?
എല്ലാ സമയത്തും പ്രയാസം കൂടുമ്പോഴാണ് എന്ത് ചെയ്യുക, ഈ സിയാറത്ത് ടൂർ അധികരിക്കുക. ഓരോ ജാറത്തിനിടയ്ക്ക് മാറി മാറി കയറിയപ്പോഴാണ് മക്കളുടെ രോഗം മൂർച്ഛിക്കുന്ന സമയം, അല്ലെങ്കിൽ പ്രസവം നടക്കുന്നേ ഇല്ല, ഗർഭിണിയാകുന്നില്ല ഭാര്യ, അപ്പോഴാണ് എന്ത് ചെയ്യുക, ഒരു സിയാറത്ത് ടൂർ. കേരളം അവസാനം മുതൽ തുടക്കം മുതൽ അവസാനം വരെ എല്ലാ ജാറങ്ങളിലും കയറി ഇറങ്ങുന്നത് ശുദ്ധത്തിൻ്റെ സമയത്താണ്, അവരെക്കാൾ കടുപ്പപ്പെട്ടവരാണ്. അപ്പോൾ ഈ 4 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയാൽ പ്രിയമുള്ളവർ നമുക്ക് എന്ത് മനസ്സിലാവും, എങ്ങനെയാണ് ആദ്യമായി ശിർക്ക് സംഭവിക്കുന്നതെന്നും മക്കത്തെ മുശ്രിക്ക് ഏത് രീതിയിലുള്ള വിശ്വാസം വെച്ച് പുലർത്തിയവരാണെന്നും അവരേത് രീതിയിലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുശ്രിക്ക് എന്ന് പ്രഖ്യാപിച്ചത്, ഖുർആൻ മുശ്രിക്ക് എന്ന് പരിചയപ്പെടുത്തിയത്, ആ ഒരു ശിർക്കും ആ ഒരു രീതിയിലുള്ള വിശ്വാസ ആചാരങ്ങളും നമ്മുടെ നാട്ടിൽ നിന്ന് നടമാടിക്കൊണ്ടിരിക്കുന്നു മുസ്ലിം നാമധാരികളിൽ. മറ്റുള്ളവർ എന്തായാലും പറയേണ്ട ആവശ്യമില്ല, നമുക്കതില്ല, അവരെന്നെ സ്വയം അംഗീകരിച്ച് പോയതാണ്, പറയേണ്ട ആവശ്യമില്ല. പക്ഷെ മുസ്ലിം എന്ന നാമത്തിൽ മുസ്ലിമായി മറ്റുള്ള എല്ലാ ലേബലിലും മുസ്ലിമായി അറിയപ്പെടുന്നവർ അന്ന് മക്കത്തെ മുശ്രിക്ക് ഏതൊരു വിശ്വാസത്തിലായിരുന്നോ അതേ ഒരു വിശ്വാസത്തിലാണ് ഇന്ന് ഇവരെന്ന് നമുക്ക് എന്ത് ചെയ്യും, ബോധ്യപ്പെടും. ആ ഷിർക്കിൻ്റെ കാര്യങ്ങൾ വ്യക്തമാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ല ഈ 4 ഖാഇദകൾ, അടിസ്ഥാന കാര്യങ്ങൾ ഏറ്റവും ചെറിയ രൂപത്തിൽ പൂർണ്ണമായിട്ടും ഖുർആന്റെയും ഹദീസിൻ്റെയും അടിസ്ഥാനത്തിൽ നമുക്ക് മുമ്പ് പ്രതിപാദിച്ചു. അദ്ദേഹം എല്ലാത്തിനും ഖുർആന്റെ തെളിവാണ് പറഞ്ഞത്, ഒരു ഹദീസ് അല്ലേ. അദ്ദേഹം പറയുന്ന ഓരോ വാക്കിനും അദ്ദേഹം ഖുർആനിൽ നിന്നും ആയത്തുകൾ തെളിവായിട്ട് ഉദ്ധരിച്ചു, ഒരു ഹദീസും തെളിവായിട്ട് ഉദ്ധരിച്ചു. ദാത്തുൻവാത്തിൻ്റെ ഹദീസ്, മറ്റെല്ലാം ഖുർആന്റെ ആയത്തുകളാണ്. അപ്പം അത്രയും ബലത്തിലും ഉറപ്പിലുമാണ് അദ്ദേഹം അത് പ്രഖ്യാപിച്ചത്. നമുക്കും എന്ത് ചെയ്യാം, അതേ ഉറപ്പിൽ നമുക്കും പറയാൻ കഴിയും, ഈ വിശ്വാസം വെച്ച് പുലർത്തുന്ന ആൾക്കാർ മുശ്രിക്കീങ്ങളാണ്. ഏതുപോലെ, മക്കത്തെ മുശ്രിക്കീങ്ങളെ പോലെ. ചിലപ്പോൾ അവരെക്കാൾ കടുപ്പത്തിൽ എന്താണ് ഇവർ മുശ്രിക്കീങ്ങളാണെന്ന് നമുക്ക് എന്ത് ചെയ്യാം, അത്രയും ധൈര്യത്തിലും ഉറപ്പിലും പറയാൻ കഴിയും. ഇതൊക്കെ ആരുടെ നിന്നും കേട്ടതോ അല്ലെങ്കിൽ ആരെങ്കിലും പറയുന്നത് കേട്ടതോ അല്ല, ഖുർആന്റെയും ഹദീസിൻ്റെയും പൂർണ്ണ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ പറയുന്നത്. ഇതാണ് 4 ഖാഇദകൾ. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ഈ 4 ഖാഇദകൾ വെച്ചിട്ട്, മക്കത്തെ മുശ്രിക്കിൻ്റെ വിശ്വാസത്തെ പറയുന്ന ഈ 4 കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ ഇന്നത്തെ സമൂഹത്തിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, അദ്ദേഹം ആ അവസാനം പറഞ്ഞ കാര്യം വളരെ വ്യക്തമല്ലേ. അന്നത്തെ മുശ്രിക്കിനേക്കാൾ കട്ടി കൂടിയ മുശ്രിക്കാണ് നമ്മുടെ കാലഘട്ടത്തിൽ ഇന്നുള്ളത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കാര്യങ്ങൾ മനസ്സിലാക്കുക, വ്യക്തമായി മനസ്സിലാക്കുക, അതാദ്യം നമ്മളിൽ ഉറപ്പിക്കുക. നമുക്ക് അടിസ്ഥാനം വേണം, ഉറപ്പാണ്. ഖുർആന്റെയും ഹദീസിൻ്റെയും പിൻബലം വേണം, ഇമാമികളുടെ പിൻബലം നമുക്ക് വേണം. എന്നിട്ട് അത് ആദ്യം ഉറപ്പിച്ച് അത് സമൂഹത്തിലേക്ക് ഇട്ടുകൊടുക്കുക. നമ്മൾ ഉറപ്പില്ലാണ്ട് ഇട്ടുകൊടുത്താൽ എന്ത് ചെയ്യും, തിരിച്ചെന്തെങ്കിലും ചോദിച്ചാൽ നമുക്ക് ഉത്തരവില്ലാണ്ടായി പോകും, പതറിപ്പോവും. നമ്മുടെ പതനം അത് ഷിർക്കിൻ്റെ ആൾക്കാർക്ക് എന്താണ്, വിജയത്തിൻ്റെ സാധ്യതകളാണ്. അതൊരിക്കലും പതറാൻ പാടില്ല. അപ്പം അത്രയും ഉറപ്പിലാണ് സമൂഹത്തിലേക്ക് ഇറങ്ങാൻ. അതാണ് 4 അടിസ്ഥാന കാര്യങ്ങൾ ആദ്യം എന്ത് ചെയ്യുക, പഠിച്ച് മനസ്സിലാക്കുക, അതിൻ്റെ ഓരോ വശങ്ങളും വ്യക്തമാക്കുക, അതിനുശേഷം ഇത് സമൂഹത്തിലേക്ക് എത്തിക്കുക. അത് നമ്മുടെ ബാധ്യതയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വലിയ തൗഫീഖ് നൽകി. ഈ ഒരു വലിയ ഫിത്നയിൽ നിന്നും അള്ളാഹു നമ്മളെ കരകയറ്റി ഹിദായത്തിൻ്റെ മാർഗത്തിലേക്ക് അള്ളാഹു നമുക്ക് പ്രകാശം നൽകി. അതുകൊണ്ട് അദ്ദേഹം ആദ്യം ദുആ ചെയ്തത്, അർഷദക അല്ലാഹു ഇലാ തആതി, അള്ളാഹുവിൻ്റെ ഇബാദത്തിലേക്ക് അള്ളാഹു നിനക്ക് വഴി കാണിച്ചിട്ട് ദുആ ചെയ്തല്ലോ, ആ ദുആ. അപ്പോൾ ഇത് മനസ്സിലാക്കി ഇത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞു എന്നുള്ളത് അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ നിഅമത്താണ്. ഞാൻ അതിലെന്ത് ചെയ്യുക, ഇസ്തിഖാമത്തിനോട് ദുആ ചെയ്യുക, വീണ്ടും വീണ്ടും അറിവുകൾ വർദ്ധിപ്പിക്കുക. അപ്പോൾ നമ്മുടെ ഇസ്തിഖാമത്തിന് എന്ത് ചെയ്യും, പവർ കൂടും, നമുക്ക് ഉറച്ചു നിൽക്കാൻ സബാത്ത് ഉണ്ടാവും. അവിടുന്ന് ഇവിടെ എന്തെങ്കിലും കേട്ടാൽ സംശയങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് വരൂല, മനസ്സിലേക്ക് വരൂല, ഇൽമുണ്ടെങ്കിൽ, അറിവുണ്ടെങ്കിൽ. അപ്പം ഇൽമു കൊണ്ട് ആ കിട്ടിയ ഹിദായത്തിനെ ഉറപ്പിച്ചു നിർത്തുക, അത് സമൂഹത്തിലേക്ക് എത്തിക്കുക. അത് നമ്മുടെ ബാധ്യതയാണ്. എല്ലാ ആൾക്കാരോടും പറയാം, ഈ 4 ഖാഇദിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, മറ്റുള്ളവരോട് സംസാരിക്കാൻ കഴിയും. അള്ളാഹുവിൻ്റെ ഹിദായത്ത്, അള്ളാഹുവിൻ്റെ തൗഹീദ് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ കഴിയും. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ എന്ത് ചെയ്യുക, പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനിയും ഏറെ ഇൽമ് പഠിക്കാനും അത് പ്രചരിപ്പിക്കാനും അത് സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നല്ല തൗഫീഖ് നൽകാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ വലിയ തൗഫീഖ് കൊണ്ട് ഒരു വലിയ ഇമാമിൻ്റെ ഒരു ഗ്രന്ഥം മുഴുവനായിട്ട് വായിക്കാൻ, അതിലുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ നമുക്ക് തൗഫീഖ് ലഭിച്ചു. എത്രയോ ആൾക്കാരുണ്ട് ഈ ദീനിൻ്റെ മേഖലയിൽ തന്നെ ദായിമാരായിട്ട് നടക്കുന്ന ആൾക്കാർക്ക് തന്നെ പൂർണ്ണമായി കിട്ടാത്തൊരു വലിയ സൗഭാഗ്യം അള്ളാഹു നമുക്ക് നൽകി.
കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ ഖൈർ ഉദ്ദേശിക്കുന്നു അതിൻ്റെ തെളിവാണ്. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ. ആരിലെങ്കിലും അല്ലാഹു ഖൈർ ഉദ്ദേശിച്ചാൽ അല്ലാഹു എന്താ കൊടുക്കുക? അവനക്ക് അല്ലാഹു ദീനിൽ ഇൽമു കൊടുക്കും, അറിവ് കൊടുക്കും. അതിൻ്റെ കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ അള്ളാഹു നമുക്ക് ഈ ഇൽമു നൽകിയിട്ടുണ്ടെങ്കിൽ ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഒരു വലിയ ഗ്രന്ഥം, അല്ലെ, എല്ലാ ആശയങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു ഗ്രന്ഥം, അത് മുഴുവനായിട്ടും കേൾക്കാനും മനസ്സിലാക്കാനും അള്ളാഹു തൗഫീഖ് നൽകിയിട്ടുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, നമ്മളിൽ അള്ളാഹു ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ട്. ആ ഖൈർ നമ്മൾ നഷ്ടപ്പെടുത്തിക്കൂടാ. ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് ഇമാം മാലിക്കിൻ്റെ പ്രധാനപ്പെട്ട ശിഷ്യനാണ്. അപ്പം ആദ്യമായിട്ട് ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് ഇമാം മാലിക് റഹിമഹുല്ലയുടെ സദസ്സിലേക്ക് വന്നപ്പോൾ ഇമാം മാലിക് റഹിമഹുല്ലാഹ് പറഞ്ഞു, നിന്റെ മുഖത്തിനൊരു പ്രകാശം കാണുന്നു. അള്ളാഹു നിന്റെ ഹൃദയത്തിലേക്ക് ഒരു പ്രകാശം തന്നിട്ടുണ്ട്. ഫലാ തുത്ഫിഉഹു ബിദുൽമത്തിൽ മഅസിയ. തെറ്റുകൾ ചെയ്ത ആ പ്രകാശത്തെ നീ കെടുത്തി കളയരുത്. പ്രിയമുള്ളവരെ, ഈ ഒരു സംഘത്തിനോടൊപ്പം തന്നെ നിൽക്കുക. ഇനി ഏറെ എന്ത് ചെയ്യുക? ഇൽമിൽ മുന്നോട്ട് പോവുക. ഇൽമുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഉറച്ചു നിൽക്കാൻ പറ്റും. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല തൗഫീഖ് നൽകാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനിയും നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യുക? ഓരോ ചെറിയ ചെറിയ കിതാബുകൾ എടുത്തിട്ട് ഒരുമിച്ച് കൂടാം. വലിയ വലിയ ഇമാമിങ്ങളുടെ ഓരോ ഗ്രന്ഥങ്ങൾ ഇങ്ങനെ പഠിച്ച് പൂർത്തീകരിക്കുകയും ചെയ്യും ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ ആഖിറത്തിൽ നമ്മുടെ മീസാനിൽ കനന്തൂങ്ങുന്ന അമലായി നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വാഗ്ദാനം ചെയ്തതുപോലെ ഓരോ ഇൽമിൻ്റെ സദസ്സിൽ നിന്നും പിരിയുന്ന സമയം അള്ളാഹു പറയും, ഖൂമു മഗ്ഫൂറൻ ലക്കും. പാപങ്ങളൊക്കെ മാപ്പാക്കപ്പെട്ട അവസ്ഥയിൽ നിങ്ങൾ എഴുന്നേറ്റ് പോവുക എന്ന് അള്ളാഹു വാഗ്ദാനം ചെയ്യുന്ന അവരിൽ അള്ളാഹു നമ്മളെല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഈ ചിലവഴിച്ച സമയം നാളെ ആഖിറത്തിൽ വലിയൊരു മുതൽക്കൂട്ടായി നമ്മിൽ നിന്നും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.